ഹലോ നമസ്കാരം. ഗൂഗിൾ ക്ലോണിൻ്റെയും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ക്ലോണിൻ്റെയും ഫേസ്ബുക്ക് മെസ്സഞ്ചർ ക്ലോണിൻ്റെയും ശേഷം നമ്മൾ അടുത്തതായി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ടിക്ടോക്ക് ക്ലോണാണ്. ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിനെ തുടർന്ന് വരുന്ന പല ആപ്പുകളും ഇന്ന് വളരെ ഫേമസ് ആണ്. ഫേസ്ബുക്കിൻ്റെ ഷോർട്സ്, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസ്, ഇത് ഇന്നും പല ആളുകൾക്കും ഇന്നും അർഹമാണ്. അപ്പോൾ നമ്മളൊരു ജോലിക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഷോർട്ട് വീഡിയോസ് തയ്യാറാക്കുന്ന വെബ്സൈറ്റുകൾക്ക് അല്ലെങ്കിൽ അതുപോലുള്ള ആപ്ലിക്കേഷന് എന്നും മാർക്കറ്റ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം ഏതായാലും ഇന്ത്യയിൽ നിരോധിച്ചതല്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ, ഒരു വെബ് ആപ്ലിക്കേഷന് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റിയാക്റ്റും അതേപോലെ തന്നെ ഹോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഫയർബേസുമാണ്. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാം നമ്മൾ എന്ത് ചെയ്യുന്നു, ടിക്ടോക്ക് നമ്മൾ റിയാക്റ്റും അതേപോലെ ഫയർബേസിൻ്റെയും സഹായത്തോടു കൂടി ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ തന്നെ തുടങ്ങാം. നമ്മളിതൊരു ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഇവിടെ വന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ പ്രോജക്റ്റുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ആ ലൊക്കേഷനിലേക്ക് തന്നെ നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, ഫോൾഡർ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് ഒരു ഫോൾഡറിൽ റിയാക്റ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ ഗൂഗിൾ, ഇൻസ്റ്റാഗ്രാം, മെസ്സഞ്ചർ ഇത്രയും ആപ്ലിക്കേഷൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ പുതിയൊരു ഫയൽ കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ന്യൂ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ടിക്ടോക്ക് എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ടിക്ടോക്കാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിലെന്ത് ചെയ്യാം, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, കോഡ് സ്പേസ് ഡോട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ജസ്റ്റ് ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ ടെർമിനലിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിയാക്റ്റിലൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട കമൻറ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് npx സ്പേസ് ക്രിയേറ്റ് ഡാഷ് റിയാക്റ്റ് ഡാഷ് ആപ്പ്, അതിനുശേഷം നമുക്ക് എന്ത് പേരിലാണോ ആപ്ലിക്കേഷന് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് ടിക്ടോക്ക് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ടിക്ടോക്ക് എന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് എന്ത് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ജനറേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ആപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഫാസ്റ്റും അതേപോലെ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷനും അനുസരിച്ച് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ചിലപ്പോൾ ടൈം കൂടാം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാളായി വരും. അപ്പോൾ ഇത് ഇൻസ്റ്റാളായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഫയർബേസും അതേപോലെ തന്നെ നമുക്ക് ഫയർബേസ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഫയർബേസ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഫയർബേസ് console.firebase.google എന്ന വെബ് പേജിലേക്ക് നമുക്ക് പോകാം. അതിൽ പോയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആ സമയം കൊണ്ട് ഇത് ഓപ്പണായി വരും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് വരുന്നതിൻ്റെ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫയർബേസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മുമ്പ് ചെയ്ത് വെച്ച എല്ലാ പ്രോജക്റ്റുകളും നമുക്കിവിടെ കാണിച്ചു തരും. നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ വന്ന് എന്ത് ചെയ്തു, ആഡ് പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് പ്രോജക്റ്റിൻ്റെ പേരെന്താണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പ്രോജക്റ്റിൻ്റെ പേര് ടിക്ടോക്ക് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേരെന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ടിക്ടോക്ക് എന്ന് ചേർത്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, ഇവിടെ വന്ന് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ വീണ്ടും നമ്മൾ കണ്ടിന്യൂവിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ഡിഫാൾട്ട് അക്കൗണ്ട് ഫോർ ഫയർബേസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ഇത് ചെയ്യാം, ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അധികം സമയമൊന്നും വേണ്ടി വരില്ല, ജസ്റ്റ് ഈ റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ അത് ക്രിയേറ്റ് ആയി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പുതിയൊരു അപ്ഡേഷന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് എല്ലാം ഇവിടെ ഓരോന്നായിട്ടാണ് തന്നിരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഓരോ ടാബിലായിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ അതെന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്ത് വരും. നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിലൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് വെബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ആപ്പിൻ്റെ പേരെന്താണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാനിതിൻ്റെ പേരും ടിക്ടോക്ക് എന്ന് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്നത് ചെയ്യാം. നമുക്ക് ഹോസ്റ്റിംഗ് കൂടി വരുന്നത് കൊണ്ട് നമ്മളിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, രജിസ്റ്റർ ആപ്പിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കുറച്ച് ഇൻസ്റ്റാളേഷൻ്റെയൊക്കെ സ്റ്റെപ്പുകളാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ ഫയർബേസിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, npm ഇൻസ്റ്റാൾ ഫയർബേസ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫയർബേസ് CLI ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ഡിപ്ലോയിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാം, കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ ടു കൺസോളിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി ഇതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. സെറ്റിങ്സിൽ പോവുക. ഓക്കെ, നമുക്കതിൻ്റെ കോൺഫിഗറേഷൻ ഫയലൊന്ന് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിൽ വന്നതിന് ശേഷം ഇവിടെ പോയതിന് ശേഷം ഇവിടെ കോൺഫിഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഡ് നമുക്കൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോഴും ഓൺ പ്രോഗ്രസ്സിലാണ്. അപ്പോൾ ഇത് വർക്കായി വരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റായി വന്നിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, അപ്പോൾ ഈ ഡയറക്ടറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പുതിയ ഡയറക്ടറി ടിക്ടോക്ക് എന്നുള്ള ഈ ഡയറക്ടറിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് CD എന്നിട്ടതിന് ശേഷം ആ ഡയറക്ടറിൻ്റെ പേരെന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഡയറക്ടറിൻ്റെ പേര് എന്ന് പറയുന്നത് ടിക്ടോക്കാണ്. അത് ജസ്റ്റ് അവിടെ നിന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വന്ന് CD എന്ന് എഴുതുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ടിക്ടോക്ക് എന്ന് എഴുതിയതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ചേഞ്ച് ഡയറക്ടറി നമ്മൾ എന്ത് ചെയ്തു, നേരെ അതിലേക്കായിട്ട് ചേഞ്ചായി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് നമ്മളവിടുന്ന് ആ കോപ്പി ചെയ്ത ഫയലുകളൊക്കെ നമുക്ക് ഈ SRC എന്നുള്ള ഉള്ളിലൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. Firebase.js എന്നുള്ളൊരു പേരിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ജസ്റ്റ് ആ കോപ്പി ചെയ്ത ഫയൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് വരുന്നത്, ഇതിൽ കുറച്ച് അൺവാണ്ടഡ് ആവശ്യമില്ലാത്ത കുറച്ച് ഫയലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ app.test എന്നുള്ള ഫയലും നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആ ഫയലുകൾ ഡിലീറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, app.jsൽ പോയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഫസ്റ്റ് വരുന്ന ഈ ലോഗോ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. ഓക്കെ, ഇവിടെ വന്ന് app.jsൽ പോയി ഫസ്റ്റ് ഈ ലോഗോ വരുന്നത് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റാസുകളൊക്കെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കി കളയാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ ജസ്റ്റ് ഒരു ഡാറ്റ ടൈപ്പ് ചെയ്യാം, H1. എന്നിട്ട് ഇവിടെ വന്ന് ടൈപ്പ് ചെയ്യാം ക്രിയേറ്റ് ടിക്ടോക്ക് ആപ്ലിക്കേഷൻ വിത്ത് ഇത്ര എഴുതി കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സേവ് ചെയ്യാം. ഇനിയും നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഈ index.jsൽ പോയതിന് ശേഷം ഇതിൽ കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയലുകളുണ്ട്, ഇത് ഒഴിവാക്കണം. അതിനുശേഷം ഇതും നമുക്കിവിടുന്ന് ഒഴിവാക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് സാധാരണ തന്നെ റൺ ചെയ്യിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ npm start എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക.
ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പ് റൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത് നമുക്ക് ടിക്ടോക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ഫയർബേസ് സെറ്റ് ചെയ്തു, അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷനൂടെ ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ചു. ഓക്കെ, ഈ വീഡിയോൻ്റെ തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ സംസാരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നമ്മൾ സ്റ്റാർട്ടിങ് മാത്രമാണ് വെച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.